നമ്മളിന്ന് ചിക്കൻ കൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, വിനാഗിരി, നല്ലെണ്ണ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്ത് കോരുവാണേ. അതിനകത്തേക്ക് അതിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാം. കടുക് താളിച്ച് എല്ലാം നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം മാറട്ടെ. അതിന് ശേഷം നമ്മുടെ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കണം. എല്ലാ പൊടികളും കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചതും ഞാൻ ഇട്ടിട്ടുണ്ട്, അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. ഇപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി എല്ലാം കൂടി എടുത്ത് വെച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിന് മുന്നേ ഞാൻ ഇച്ചിരി അര ഗ്ലാസ് വെള്ളം, വിനാഗിരി, നല്ലെണ്ണ 1 ടീസ്പൂൺ എല്ലാം കൂടി തിളപ്പിച്ച് ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനകത്ത് ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും ഇതൊന്ന് ആ ചിക്കനുമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കമൻ്റായിട്ട്. നമ്മൾ ഒരു പ്രോത്സാഹനമൊക്കെ തരുമ്പോൾ നമ്മൾ ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും. ദിവസം ഇടും. അപ്പം നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം. ഇച്ചിരി കായപ്പൊടിയൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ പറയേണ്ട കാര്യമില്ല, പലർക്കും പല രീതിയിലുള്ള ടേസ്റ്റാണ് ഉപ്പ്. ചിലർക്ക് ഉപ്പ് കുറച്ച് മതി. പക്ഷെ അച്ചാറിനൊക്കെ ഇച്ചിരി ഉപ്പ് നിൽക്കണം. എന്നാലേ ഉപ്പും വേണം, എരിവും വേണം. എന്നാലേ നമുക്ക് അച്ചാർ കൂട്ടുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുള്ളൂ. ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് ചെയ്യണത്. ഇത് പലരും വെളിച്ചെണ്ണ ചെയ്യും എന്ന് പറയുന്നുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ ചെയ്യാൻ എനിക്കത്ര വിശ്വാസമില്ല. ഇരുന്നാൽ ചിലപ്പോൾ അത് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ചിക്കൻ്റെ ഓർഡർ കിട്ടിയതാണ് അച്ചാർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണണേ, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നാളെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ ആറിയ ശേഷം നമുക്ക് ടിന്നിൽ വെക്കാം.